മഴ വരുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന രണ്ട് കാര്യങ്ങളാണ് ഇടിയും മിന്നലും. എന്നാൽ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടിമിന്നലിനുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. അതായത് മേഘങ്ങളുടെ സാധാരണ വേഗത എന്ന് പറയുന്നത് 30 to 40 കിലോമീറ്ററാണ്. നേരെ ഒരു മിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ, അതായത് ഒരു മഴക്കാലത്താണെങ്കിൽ ഒരു മഴ സമയത്ത് മിന്നലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത് 80 കിലോമീറ്ററാണ്. അവിടെ തന്നെ 40 കിലോമീറ്റർ നോർമലിൽ നിന്നും ഇൻക്രീസ് ആയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ടൈപ്പിക്കൽ ലൈറ്റ്നിങ് ഫ്ലാഷ് വോൾട്ടേജ് ആണ്. അതായത് മിന്നലിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 300 മില്യണും 30,000 ആംബിയേഴ്സുമാണ്. പിന്നെ ലൈറ്റ്നിങ്ങിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, ലൈറ്റ്നിങ്ങിൻ്റെ സ്പീഡ് കൃത്യമായിട്ട് പറഞ്ഞാൽ 2,99,792 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് 343 മീറ്റർ പെർ സെക്കൻഡ്. കിലോമീറ്ററിലാണെങ്കിൽ 1235 കിലോമീറ്റർ പെർ അവർ വേഗതയുമാണ്. ഡിഫറെൻറ്റ് ചാർജസ് ഉള്ള മേഘങ്ങളുടെ കൂട്ടിയുടെ മൂലമാണ് പ്രധാനമായും നമ്മുടെ മിന്നലും അതോടൊപ്പം ഇടിമുഴക്കവും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും ഒരു സംശയം തോന്നാം. അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, മിന്നൽ കണ്ടതിന് ശേഷമാണ് നമുക്ക് ഇടിമുഴക്കം കേൾക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു 5 സെക്കൻഡൊക്കെ ഗ്യാപ്പ് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേഗത തന്നെയാണ്. അഥവാ എല്ലാവർക്കും അറിയാം, സൗണ്ടിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നത് പ്രകാശം തന്നെയാണ്, അഥവാ ലൈറ്റ്നിങ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് കാര്യത്തിനും വേഗതയുടെ കാര്യത്തിൽ നല്ല ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ലൈറ്റ്നിങ് കുറച്ച് വേഗത്തിൽ കാണാൻ സാധിക്കുന്നതും ലൈറ്റ്നിങ് ഉണ്ടായതിന് ഒരു 5 സെക്കൻഡൊക്കെ ശേഷം കാണാൻ സാധിക്കുന്നത് അതിന് വേഗത കുറഞ്ഞുകൊണ്ട് തന്നെയാണ്. പ്രകാശത്തിനേക്കാളും വേഗതയിൽ സഞ്ചരിക്കാൻ സൗണ്ടിന് സാധിക്കില്ല എന്നാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. മിന്നലിനോടൊപ്പം ഉണ്ടാകുന്ന ശക്തമായ ഇടിമുഴക്കം ഏകദേശം 15 മൈൽസ് അപ്പുറം വരെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതിൻ്റെ അക്യുറൻസി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിരിക്കും. അത് നമ്മൾ ക്ലോസ് സൈഡിൽ നിന്നാണ് അത് കേൾക്കുന്നതെങ്കിൽ നമ്മുടെ ചെവിക്ക് വരെ തകരാറ് സംഭവിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.